വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിൽ പറയുന്നത് പോലെ ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല, സമസ്ത ജീവജാലങ്ങളും പക്ഷിലതാദികളും സകലവും വൃക്ഷങ്ങളും എല്ലാം ഈ പ്രകൃതിയുടെ ഭാഗമാണ്. ഇതൊക്കെ നശിച്ചു പോകാനായിട്ട് പ്രകൃതി സമ്മതിക്കത്തില്ല. 84 ഡാംസ് പണിതു വെച്ചിരിക്കുന്നു, ഒരു വിശേഷവുമില്ല. 84 ഡാംസ് ഉണ്ട്. അതിൽ അത്രയും ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ട് 22% ഇലക്ട്രിസിറ്റി മാത്രമേ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി 78% ഇലക്ട്രിസിറ്റിയും വലിയ തുക കൊടുത്ത് പുറത്തു നിന്ന് വാങ്ങാൻ അതിലും വലിയ അഴിമതിയുണ്ട്. നിസ്സംഗത പാലിക്കുന്ന ഇവിടുത്തെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഇങ്ങനെയാക്കിയത് ഇവിടുത്തെ ഇടതും വലുതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. പ്രതികരണ ശേഷിയില്ലാത്തവർ ജനങ്ങളെ സൃഷ്ടിച്ചു വെച്ചത് അവരാണ്. അവർ എന്ത് അഴിമതി ചെയ്താലും, എന്ത് പ്രകൃതിവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താലും, എത്രമാത്രം ജനങ്ങളെ ദ്രോഹിച്ചാലും ആരും ചോദിക്കാനുണ്ടാവുകയില്ല എന്നുള്ള തിരിച്ചറിവാണ് അവരുടെ ബലമെന്ന് മനസ്സിലാക്കി. ഇനിയെങ്കിലും നമ്മൾ മാറണം. മാറിയില്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു ദേശം ഇവിടെ ഉണ്ടാവില്ല, നമ്മുടെ ഭാഷ ഉണ്ടാവില്ല, സംസ്കാരം ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. അത്